ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താണ് ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഐഫോൺ. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോൺ 17 എന്ന് പറയുന്നത്. ഞാൻ വാങ്ങിച്ചത് ഐഫോൺ 17 മോഡലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ കുറേ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച എൻ്റെ ഐഫോൺ ഫേജ് കളറ്. ഞാൻ ഒരു ഐഫോൺ 17 വാങ്ങിക്കുകയാണെങ്കിൽ ഫേജ് കളറും 17 പ്രോ മാക്സ് വാങ്ങിക്കുന്നെങ്കിൽ കോസ്മിക് ഓറഞ്ച് കളറും വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ 17 വാങ്ങിച്ചുകൊണ്ട് ഫേജ് കളറ് തന്നെ കിട്ടി. അത് മാത്രമല്ല, വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആകെ ലാസ്റ്റ് പീസായിരുന്നു ഈ സേജ് കളർ എന്ന് പറയുന്നത്. എനിക്കായിട്ട് വേണ്ടിയായിട്ട് വെച്ചിരുന്ന ഒരു സേജ് കളറായിരുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമായി. പിന്നെ ഈ രണ്ടാമത്തെ കവറിലുള്ളത് ഇതിൻ്റെ അഡാപ്റ്ററാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് നമുക്കാകെ ഈ ബോക്സിനകത്ത് ഫോണും പിന്നെ സിം ഇജക്ടറും പിന്നെ അതിൻ്റെ കൂടെ ഇതിൻ്റെ ചാർജറിൻ്റെ കേബിളും മാത്രമേ കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അഡാപ്റ്റർ നമ്മൾ വേറെ തന്നെ വാങ്ങിക്കണം. ഈ അഡാപ്റ്റർ ഞങ്ങൾ ഐസ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. സെക്യൂര സെൻറ്ററിൽ നമ്മുടെ 3rd ഫ്ലോറിലുള്ള ഐസ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫോൺ ഞങ്ങൾ ഓൾറെഡി ഇതിൻ്റെയൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കിയായിരുന്നു, നെക്സാനിൽ നിന്ന്, കണ്ണൂരിലെ നെക്സാൻ. അപ്പോൾ ഇവിടുന്ന് പൊട്ടിച്ച് നോക്കി എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലുമൊക്കെ മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കണമല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയായിരുന്നു. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ ഗാർഡൊക്കെ ഇട്ടു. പക്ഷെ എന്നാലും അൺബോക്സിങ് വീഡിയോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് തുറക്കുമ്പോൾ ആ ഒരു ഇത് വേണമല്ലോ. ആ ഒരു ഇതിന് വേണ്ടിയാണ് ഇതേപോലെ മൊത്തം തിരിച്ച് പാക്ക് ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോൺ തുറക്കുമ്പോൾ. നമ്മൾ ബാക്കിയുള്ള ആൻഡ്രോയിഡ് ഫോൺ പോലെയൊന്നുമല്ല ഇത്. നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം കൊണ്ട് വേഗം തന്നെ സ്വിച്ച് ഓൺ ആയി കിട്ടും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക അഡ്വാൻറ്റേജ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അതുമാത്രമല്ല, ഇതിൻ്റെ ക്യാമറയിലും വീഡിയോയിലൊക്കെ കുറേ പരിപാടികൾ ചെയ്യാൻ പറ്റും നമുക്ക്. കുറേ പരിപാടികളൊന്നും നമുക്ക് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ വീഡിയോയിലൊക്കെ നമുക്ക് സ്റ്റുഡിയോ മോഡാക്കാം. അങ്ങനെ വെച്ചാൽ സിനിമാറ്റിക് മോഡ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഐഫോൺ ഉണ്ടല്ലോ, നമ്മുടെ കൈ പിടിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഫീലാണ്. എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയത്തില്ല. അത് നിങ്ങൾ തൊട്ട് തന്നെ അറിയണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളൊരു കൂടിയൊരു സാധനം പിടിക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു പ്രീമിയം ഫീലില്ലേ, ആ ഒരു പ്രീമിയം ഫീല് ഈ ഫോൺ പിടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഒരു ഐഫോണിൻ്റെ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഫോൺ കവറ് ഇല്ലെങ്കിൽ ഐഫോൺ എപ്പോഴാണ് കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടുകയെന്നൊന്നും അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഫോൺ കവറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും വാങ്ങിച്ചത് ഐസ്റ്റോറിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഐസ്റ്റോറിൽ നിന്ന് എല്ലാ സാധനങ്ങളും വില കുറവിനാണ് കിട്ടുന്നത്. അവിടെ സെയിലുകളൊക്കെ വരാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പോയി ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് പെയ്ഡ് പ്രൊമോഷനല്ല, എൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അഡാപ്റ്റർ വരുന്നത്. അഡാപ്റ്റർ 20 വാട്ടേ ഉള്ളൂ. അതെനിക്കൊരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. ഐഫോണിന് വേണമെങ്കിൽ കുറച്ചുകൂടി 50 വാട്ടിൻ്റെയൊക്കെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ വയ്ക്കാമായിരുന്നു. 20 വാട്ടിൻ്റെ ചാർജിങ് എന്ന് വെച്ചാൽ വളരെ സ്ലോ ആണ്. അത് മാത്രം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ 10 ഔട്ട് ഓഫ് 10 ആണ്. പിന്നെ നിങ്ങൾക്ക് ഐഫോൺ വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങൾ വാങ്ങിച്ച് നോക്കൂ. നല്ലൊരു മൊബൈലാണ്. പിന്നെ നമ്മൾ ഈ ആൻഡ്രോയിഡിൽ നിന്ന് വേഗം iOS മാറുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അത് ഒരാഴ്ചയോ ഒരു മാസമൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മൊബൈലിനോട്ട് മൊത്തം ആപ്റ്റ് ആയിക്കോളും. അപ്പോൾ അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആൻഡ്രോയിഡിൽ നിന്ന് iOS മാറുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമെന്ന്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു ചാർജറിൻ്റെ അഡാപ്റ്റർ ഉണ്ടല്ലോ, വളരെ കോമ്പാക്റ്റാണ്. നമുക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ചാർജർ വരുന്നത് ഒരുമാതിരി ഫൈബർ രീതിക്കായിട്ടുള്ള ചാർജറാണ്. അതുകൊണ്ട് തൊടുമ്പോഴത്തേക്ക് ഇതിനും ഒരു പ്രീമിയം ഫീലുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ഫോൺ കവർ എന്നിട്ട് നോക്കാം കേട്ടോ. ഫോൺ കവർ ഞാൻ അവിടെ തപ്പി പിടിച്ചെടുത്തതാണ്. ഇതേപോലത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് തന്നെ. അവിടെ ഏറ്റവും കൂടുതൽ ഇതേപോലെ റബ്ബറിൻ്റെ കളറുള്ള കൂട്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് തപ്പി കണ്ടുപിടിച്ചെടുത്തതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സേജ് കളറാണ് നമ്മൾ എടുത്തതെന്ന് ആൾക്കാരെ കാണിക്കണമല്ലോ, അതിന് വേണ്ടി. ഈ സേജ് കളർ സത്യം പറഞ്ഞുകൊണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഐഫോൺ 17 വാങ്ങിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ സേജ് കളർ തന്നെ വാങ്ങിക്കാൻ പാടുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് സേജ് കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ സേജ് കളർ നിങ്ങൾക്ക് ട്രെൻഡിനോടൊപ്പം പോകാൻ വേണ്ടിയാണ് താല്പര്യമെങ്കിൽ സേജ് കളർ തന്നെ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഓക്കെ.
അപ്പോൾ ഇതിൻ്റെ ഈ കവർ ഇട്ടപ്പോഴും ആ ഒരു പ്രീമിയം ഫീൽ ഉണ്ടല്ലോ അതൊട്ടും തന്നെ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ കവർ ഇട്ടാൽ പ്രീമിയം ഫീൽ പോകുമെന്നോർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.